ഓടിയേക്കല്ലേ? ചാർലി, ഗോ ഗോ ഗോ. ഓടിയാൽ അവൻ കടിച്ചേനെ. ഏയ്, ഞാൻ ഓടത്തൊന്നുമില്ല. എനിക്കെന്നെ പേടിയൊന്നുമില്ല. അതീ നിപ്പ് കണ്ടപ്പോ മനസ്സിലായി. ഇതിങ്ങള് ആൾക്കാരെ കടിക്കത്തൊന്നുമില്ലേ? കേണൽ സാബോ ഞങ്ങളോ കമാൻഡ് ചെയ്താൽ കടിക്കും. പിന്നെ ഓടിയാലും. ഇവരെ ഈ കൂട്ടിലൊന്നും എടുത്തില്ലേ? സാധാരണ രാത്രിയിലൊക്കെയാ ഞങ്ങളുടെ നാട്ടിൽ പട്ടി തുറന്നുണ്ടാകും. ഇത് ഗേറ്റും തുറന്ന് പട്ടിക്കൂടും തുറന്നു കിടക്കുന്നു. ഇവൻ അങ്ങനെ പുറത്തു പോകത്തില്ല. ഇവിടെ വിട്ട് ഒരു സ്ഥലത്തും പോകത്തില്ല. അത്രയ്ക്കും ട്രെയിൻഡാ. എന്നായാലും ഇത് കുറച്ച് കടുപ്പം തന്നെ. കുറെ ഉണ്ടോ ഇങ്ങനെ? പല ഇനങ്ങളിലായിട്ട് ഒരു 5-6 ഉണ്ട്. നിങ്ങളുടെ കൂടെ തന്നെയാണോ ഇത് കഴുപ്പും കിടപ്പും ഒക്കെ? അല്ല, ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണേ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഇറങ്ങി ഓടിയേക്കല്ലേ? ഓടിയാ കടിച്ച് കീറിക്കളെ. ഇരുന്നിടത്തുനിന്ന് അനങ്ങില്ല പോരെ? ഇങ്ങനെയുണ്ടോ പട്ടിഭ്രാന്ത്? ദൈവമേ. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ് മിസ്റ്റർ മേനോൻ. എന്റെ സീനിയർ ഓഫീസറായിരുന്നു അന്ന് ഗംഗാധര മേനോൻ. ഞാൻ ആഗ്ര ക്യാൻഡിലുണ്ടായിരുന്നു. ഗംഗാധര മേനോന്റെ യങ്ങർ സിസ്റ്റർ വൈജയന്തിയെ ഞാൻ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ആദ്യം കണ്ടത്. വൈജയന്തിയെ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഗംഗാധര മേനോന്റെ ക്വാർട്ടേഴ്സിൽ വരുമായിരുന്നു? പുനലൂരിലെ തറവാട്ടിൽ നിന്ന് താങ്കളുടെ അമ്മച്ചു കൊടുത്തേക്കുന്ന പലഹാരങ്ങൾ, അച്ചാറുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതെല്ലാം സുപ്പീരിയർ ഓഫീസർക്ക് ഗിഫ്റ്റായി കൊടുക്കാനായി താങ്കൾ കൂടെ ക്വാർട്ടേഴ്സിൽ ചെല്ലുമായിരുന്നു. പക്ഷെ വൈജയന്തിക്ക് അറിയാം അവളെ കാണാനാണെന്ന്. താങ്കൾക്കും അറിയാം ഗംഗാധര മേനോടുള്ള സ്നേഹക്കൂടുതലും ആദരവും കൊണ്ടല്ല എന്ന്. അങ്ങനെ തന്നെയായിരുന്നു മിസ്റ്റർ മേനോൻ. പ്രേമം തലക്ക് പിടിച്ച കാലം, വൈജയന്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ കാലം, വൈജയന്തി അല്ലാതെ മറ്റൊരു പെണ്ണിനെയും മാരേജ് ചെയ്യില്ല എന്ന് ശപഥം ചെയ്ത കാലം. താങ്കളല്ലേ വൈജയന്തിക്ക് ആഗ്രയിലെ സെന്റ് ക്ലെയർ സ്കൂളിൽ ജോലി സംഘടിപ്പിച്ചു കൊടുത്തത്? അതും ശരിയാണ്. ഗംഗാധര മേനോൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫറായി ഡൽഹി. വൈജയന്തിക്ക് നാട്ടിലേക്ക് തിരിച്ചുപോയേ പറ്റൂ. അവളെ കേരളത്തിലേക്ക് തിരിച്ചയക്കുന്നത് തടയാൻ ഒറ്റ മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് നല്ലൊരു ജോലി ശരിയാക്കി കൊടുക്കുക, ആഗ്രയിൽ തന്നെ. എന്റെ സ്വാധീനമെല്ലാം ഉപയോഗിച്ച് അവൾക്ക് സെന്റ് ക്ലെയർ സ്കൂളിൽ അധ്യാപികയായി നിയമനം ശരിയാക്കി. ഗംഗാധര മേനോനും ഫാമിലിയും ഡൽഹിയിലേക്ക് പോയി. ഞാനും വൈജയന്തിയും ആഗ്രയിൽ. അവൾ
അവൾക്ക് നിങ്ങളോട് ശരിക്കും പ്രേമമുണ്ടായിരുന്നോ? അതോ നിങ്ങളുടെ പദവിയും പവറും കണ്ട് ഭ്രമിച്ചു പോയതാണോ? അന്ന് ക്യാപ്റ്റൻ സ്റ്റാൻലി ആയിരുന്നല്ലോ. എല്ലാം നിങ്ങൾക്കറിയാമല്ലേ? ആരാണിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്? അത് ഗംഗാധരമേനോൻ തന്നെ. അവൾ എന്നെ പ്രേമിച്ചോ ഇല്ലയോ എന്ന് ഇന്നെനിക്കറിഞ്ഞുകൂടാ. അന്ന് എന്റെ വിശ്വാസം ഞങ്ങളുടേത് ലോകത്തെങ്ങും അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരം അതിവിശിഷ്ടമായ പ്രേമമാണെന്നായിരുന്നു. ആഗ്രയിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, അത് വൈജയന്തിയ. ആഗ്രയിൽ ഒരു കാമുകി മാത്രമേ ഉള്ളൂ, അത് വൈജയന്തിയ. ആഗ്രയിൽ ഒരു പ്രേമം മാത്രമേ ഉള്ളൂ, അത് സ്റ്റാലിയും വൈജയന്തിയും തമ്മിലുള്ള പ്രേമമാണ്. ഷാജഹാനും മുംതാസും താജ്മഹലും എല്ലാം ഞങ്ങളുടെ പ്രേമത്തിന് മുന്നിൽ നിസ്സാരം. അന്ന് ആഗ്രയിൽ സൂര്യൻ ഉദിക്കുന്നത് എനിക്കും വൈജയന്തിക്കും വേണ്ടിയാ. കാറ്റും നിലാവും നക്ഷത്രങ്ങളും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാത്രം. താജ്മഹലിന്റെ മാർബിൾ തൂണും ചാരി യമുന ഒഴുകുന്നത് നോക്കി എത്ര ദിവസങ്ങൾ, എത്ര നേരം. എന്തെല്ലാം വെട്ടിത്തങ്ങൾ, എന്തെല്ലാം കോമാളി വേഷങ്ങൾ. പ്രേമം. മിസ്റ്റർ മേനോൻ, താങ്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ, ധാരാളം. ഞാൻ അതിലേക്ക് വരാം. താങ്കളുടെ സ്റ്റോറി പറഞ്ഞു തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്റെ സ്റ്റോറി എന്താണ്? അത് കഴിഞ്ഞു. കഴിഞ്ഞില്ലല്ലോ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്. നിങ്ങൾ വൈജയന്തിയോ താഗ്രയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. വൈജയന്തി ഗർഭിണിയായപ്പോ സെന്റ് ക്ലെയർ സ്കൂളിലെ ജോലി രാജിവെപ്പിച്ച് നിങ്ങൾ ആഗ്ര കൺട്രോൾമെന്റിന് പുറത്ത് വാടക വീടെടുത്ത് അവിടെ താമസിപ്പിച്ചു. നിങ്ങൾ ഗംഗാധര മേനോന്റെ ഫാമിലിയിൽപ്പെട്ട ആളാണോ? മേനോന്റെ ബ്രദറാണോ? ഗംഗാധര മേനോൻ രണ്ടനുജന്മാരേ ഉള്ളൂ. അവരെ നിങ്ങൾക്ക് അറിയാം. ഒരാൾ ശിവശങ്കര മേനോൻ, മറ്റേയാൾ രാജീവ് മേനോൻ. ഓ, യു ആർ കറക്റ്റ്. നിങ്ങൾ ബാലചന്ദ്ര മേനോനാണല്ലോ. നിങ്ങൾക്ക് എങ്ങനെ 23 വർഷത്തെ കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിച്ചു? എന്തായാലും നിങ്ങൾ വൈജയന്തിയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ആളാണ്. ബന്ധപ്പെട്ട ആളാ. അപ്പോൾ നിങ്ങൾ കൂടി ചേർന്നായിരിക്കണം ആഗ്രയിലെ വാടക വീട്ടിൽ വന്ന് വൈജയന്തിയെ ബലമായി പിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. ഗംഗാധരമേനോൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. വേറെയും 4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ നിങ്ങളായിരുന്നു. ഞാനതിലൊന്നും കക്ഷിയല്ല സ്റ്റാൻലി ജോസഫ്. എന്റെ റോൾ അവിടെ ഒന്നും അല്ല.
ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾ വൈജയന്തി ഒളിവിൽ താമസിപ്പിച്ചിരുന്ന വാടക വീട്ടിൽ വന്ന് അവളെ കണ്ടുപിടിച്ച് അവളുടെ വീട്ടുകാർ അവളെ കടത്തിക്കൊണ്ട് പോകുമ്പോ നിങ്ങൾ ഇവിടെ ആയിരുന്നു? എന്റെ അമ്മച്ചി മരിക്കുന്നത് തൊട്ടു മുമ്പായിരുന്നു ആ സംഭവം. ഞാൻ ലീവ് എടുത്ത് പുനലൂരിലേക്ക് വന്നിരിക്കുകയായിരുന്നു അമ്മച്ചിയെ കാണാൻ. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മൈ മദർ വാസ് ബാറ്റിൽഡ് ഫോർ ഹെർ ലൈഫ് ഇൻ ദ ഹോസ്പിറ്റൽ അറ്റ് ദാറ്റ് ടൈം. അവളെ കൊണ്ടുപോയതൊക്കെ ഞാൻ അറിഞ്ഞു. അവൾക്ക് ഹെൽപ്പിനായി ഒരു ആയിയെ ഞാൻ വാടക വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു അമ്മച്ചിയുടെ മരണം. അഷോക്, പിന്നെ അതിന്റെ ചടങ്ങുകൾ. പിന്നീട് ഒരിക്കലും ഞാൻ വൈജയന്തിയെ കണ്ടിട്ടില്ല. ആൻഡ് വിത്ത് ദാറ്റ് അവർ റിലേഷൻഷിപ്പ് കെയിം ടു എൻ എൻഡ്. ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്, അൺഫോർച്ചുനേറ്റ് ആൻഡ് അബ്രപ്റ്റ് എൻഡ് ഓഫ് അവർ ബ്യൂട്ടിഫുൾ ബോണ്ട് ഓഫ് ലവ്. നിങ്ങൾ പിന്നീട് വൈജയന്തിയെ പറ്റി അന്വേഷിച്ചില്ലേ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? വർഷങ്ങൾ 23 or 24 കടന്നുപോയിരിക്കുന്നു. ഞാൻ വൈജയന്തിയെ അതിനുശേഷം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കഥ തീർന്നു. അവൾ ജീവിച്ചിരിപ്പുണ്ടാകും. ഞാൻ ജീവിക്കുന്ന ഇതേ ലോകത്ത് തന്നെ. ഏതെങ്കിലും ഒരു വിഡ്ഢി അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടാകും. അവൾക്ക് മക്കളും ഉണ്ടായി കാണും. ഞാൻ കല്യാണം കഴിച്ചില്ലേ, എനിക്കും ഭാര്യയെ കിട്ടി, എനിക്ക് മക്കളും ഉണ്ടായി. ജീവിതം അങ്ങനെയാ. ശരിയാണ്. വൈജയന്തി വേറെ വിവാഹം കഴിച്ചു, അവൾക്ക് മക്കളും ഉണ്ടായി. അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലേ? അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. താങ്കൾ മുമ്പ് പറഞ്ഞില്ലേ ഏതോ ഒരു വിഡ്ഢി അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും? യെസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? എന്നെ സ്നേഹിച്ചതുപോലെ ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷനെയും അവൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം. അഭിനയിക്കാൻ പറ്റുമായിരിക്കും. ശരിയായിരിക്കും, ആയിരിക്കുമെന്നല്ല, അതാണ് സത്യം. അതും അറിയാമോ? അറിയാം. കാരണം താങ്കൾ മുമ്പ് പറഞ്ഞ് വിട്ടിയില്ലേ, അത് ഞാനാ. വെറും വിട്ടിയല്ല, നിർഭാഗ്യവാനായ പമ്പര വിട്ടി. അതെ,
താലി കെട്ടിയ ആ ഭർത്താവ്. ഹിസ് ഹൈനസ് ബാലചന്ദ്ര മേനോൻ നെടുമ്പുരയ്ക്കൽ. സാജ ഡിസ്കൗണ്ട് കൊടുത്തോ? കുഴപ്പമില്ല. ആ അത് മതി. വീണ്ടും പിരിവോ? ഇത്ര പെട്ടെന്നോ? ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. നടക്കത്തില്ല സാജ. ബാലേട്ടന് താല്പര്യമില്ലാന്നറിയാലോ. ആ ശരി, അപ്പോ ഞാൻ പിന്നെ വിളിക്കാം. എങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നു എന്തോ. ആ ഇതാ ചായ. താങ്ക്സ്. അല്ല, നമ്മുടെ പേരെന്നതാ? ഗോവർദ്ധൻ. ആ, പാലയാണല്ലേ സ്ഥലം? അതെ. പാല ഇന്ന് കേണൽ സാബിനെ തിരക്കി വരാൻ അവിടെ ആരാ ഉള്ളത്? അല്ല, എന്തിനാ വന്നത്? നേരത്തെ അകത്തേക്ക് പോയാളില്ലേ, പുള്ളിക്ക് അറിയത്തുള്ളൂ എന്നാ തന്നെ വന്നതെന്ന്. ഓ, ഞാൻ കൂടെ വന്നതേ ഉള്ളൂ. അല്ല, അതിന് അയാൾ ആരാ? എന്റെ അളിയനാ. പുള്ളിയുടെ സഹോദരിയാ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആണല്ലേ, അത് ശരി. അല്ല, ഞാനോർത്ത് ഡ്രൈവറായിരിക്കുന്നു. ഹേയ്, ഡ്രൈവറല്ല. അപ്പൊ എന്തിനാ അളിയൻ വന്നേന്ന് നമുക്കറിയത്തില്ല. ഇല്ല. അല്ല, പാലായിന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നല്ലേ, ചോദിക്കാൻ മേലായിരുന്നു എന്നതാ കാര്യമെന്ന്. ഞാനിങ്ങനെ അളിയനോട് ചോദിക്കാറില്ല. ഇവിടം വരെ ബാലേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്നതെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത്ര എനിക്കറിയാം. ആ, എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓ ശരി. ആ.